ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ നേതൃത്വം നൽകിയ ലഷ്കർ-ഇ തോയ്ബ ഭീകരൻ ഷബീർ അഹമ്മദ് അറസ്റ്റിലായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഡൽഹിയിൽ ഭീകരാക്രമണ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഈ കൊടും ഭീകരനെ ഡൽഹി പോലീസ് അവിടെ അതിവിദഗ്ധമായി തന്നെ പിടികൂടിയിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ വിഭാഗം അതിർത്തി മേഖലയിൽ നടത്തിയ രഹസ്യ അന്വേഷണത്തിലായിരുന്നു ഇയാൾ പിടിയിലാവുന്നതും. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ സ്ലീപ്പർ സെല്ലുകളെ നയിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ഈ കൊടും ഭീകരൻ. രാജ്യ തലസ്ഥാനത്ത് സ്ഫോടന പരമ്പരകളും ഭീകരാക്രമണങ്ങളും ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു. ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിലുള്ള കങ്കൺ സ്വദേശിയാണ് ഈ കൊടും ഭീകരൻ. ഇയാളാകട്ടെ രാജ എന്ന ഒരു അപരനാമത്തിലാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നതും. അതേസമയം 1990കളിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായിയായി പ്രവർത്തനം ആരംഭിച്ച ലോൺ അല്ലെങ്കിൽ രാജ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഭീകരനാകട്ടെ 2000ത്തിന്റെ തുടക്കത്തിൽ ലഷ്കർ-ഇ തോയ്ബയിൽ ചേരുകയാണ് ഉണ്ടായത്. ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ഇയാൾ 2019ൽ അവിടെ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ബംഗ്ലാദേശിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായ ഹാഫിസ് സയ്യിദ്, സാക്കിർ റഹ്മാൻ എന്നിവരുമായി തന്നെ ഇവിടെ ഈ കൊടും ഭീകരൻ നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നതായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ജൻപത്ത് ഉൾപ്പെടെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ പ്രകോപനകരവും ഇന്ത്യ വിരുദ്ധവുമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകൾ പതിച്ചുവെന്ന സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതലായി തന്നെ ഈ ഭീകരൻ പിടിയിലായിരിക്കുന്നത്. സ്ലീപ്പർ സെൽ നെറ്റ്വർക്കിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഷബീർ അഹമ്മദ് ലോൺ ആകട്ടെ സ്പെഷ്യൽ സെൽ പോലീസിന്റെ വലയിലാവുകയാണ് ഉണ്ടായത്. വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇയാൾ സെൽ പ്രവർത്തിപ്പിച്ചു വരികയായിരുന്നു. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഇയാൾ പദ്ധതിയിടുകയും ജമ്മു കാശ്മീരിലെ കങ്കർ ശ്രീനഗർ സ്വദേശി കൂടിയാണ് ഇയാൾ. അതേപോലെ തന്നെ സുപ്രീം കോടതി മെട്രോ സ്റ്റേഷനിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ ആ ഫോഴ്സ് നൽകിയ ആ ഒരു പരാതിയിൽ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാൾ പോലീസ് വലയിലായിരിക്കുന്നത്. അതേപോലെ തന്നെ വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇവിടെ വലിയ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ലക്ഷ്യങ്ങൾ ഇയാൾ തയ്യാറാക്കിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാക് ചാര സംഘടനയായ ISIയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു പ്രവർത്തനം ഇയാൾ നടത്തി വന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേക അനധികൃത കുടിയേറ്റക്കാരെ തന്നെ റിക്രൂട്ട് ചെയ്തും പ്രചരണം മുതൽ രഹസ്യാന്വേഷണം സാധ്യമായ ഭീകര ആസൂത്രണം വരെയുള്ള ജോലികൾ നൽകിക്കൊണ്ട് ചില ശൃംഖലകൾ വികസിപ്പിച്ചെടുക്കാൻ ഇയാൾ ഇവിടെ വലിയ ശ്രമങ്ങൾ നടത്തിയതായും കണ്ടെത്തിയിരിക്കുകയാണ്. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ തന്നെ കേസിൽ 2007ൽ ഇയാൾ അറസ്റ്റിലാവുകയും എന്നാൽ പിന്നീട് മോചിതനായ ശേഷം രക്ഷപ്പെട്ട് വിദേശത്തേക്ക് താമസം മാറ്റുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മുസാഫറാബാദിലെ ഭീകരവാദ ക്യാമ്പുകളിൽ നിന്ന് ഉന്നത പരിശീലനം ലഭിച്ച ഭീകരനാണ് ഇയാൾ. അതേപോലെ ലഷ്കർ തലവന്മാരായ ഹാഫിസ് സയ്യിദ്, സാക്കിർ റഹ്മാൻ എന്നിവരെ തന്നെ ഇവരുമായി വലിയ രീതിയിൽ ബന്ധം പുലർത്തുകയും മാത്രമല്ല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരവധി സംസ്ഥാനങ്ങളിലായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായി തന്നെ ഇയാൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും സ്പെഷ്യൽ സെൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ താമസിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന നിരവധി ബംഗ്ലാദേശി പൗരന്മാർ ഉൾപ്പെടെ തന്നെ നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനും ഇവിടെ അവസരമുണ്ടായിരുന്നു. മൊബൈൽ ഫോണുകൾ, വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ, ബാങ്ക് കാർഡുകൾ, പാകിസ്ഥാൻ അനുകൂല പോസ്റ്റുകൾ തുടങ്ങിയവ ഈ ഒരു തിരച്ചിലിൽ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ ചെങ്കോട്ട, മതപരമായ സ്ഥലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സെൻസിറ്റീവ് സ്ഥലങ്ങളുടെ നിരീക്ഷണം കണക്കാക്കുന്ന വീഡിയോകൾ അടക്കം ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.